ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വിപത്തിനായിട്ട് സ്വാഗതം. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ബട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, March 16. അപ്പോൾ ഞങ്ങൾ റെഡിയായി ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഹൈവേ പോവാണ്. നമ്മളപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. നമ്മളിവിടെ ഹൈവേയിൽ വന്നപ്പോ നമ്മൾ ഇച്ചിരി ഫോട്ടോ എടുത്തു. പക്ഷെ മഴ നമ്മള് ശ്രദ്ധിച്ചിരിക്കുന്നു. മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി ബലൂണിന്റെ കാറ്റ് ഇച്ചിരി പോയി. അപ്പൊ ഞങ്ങളത് നമ്മള് ഹൈവേന്ന് നമ്മള് വേറെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മള് കനാലിങ്ങ ആ പള്ളിയില്ലേ, ക്രിസ്ത്യൻ പള്ളി, അതിന്റെ നേരെ ഒരു ബൊഗേൻവില്ലേന്റെ ഒരു സംഭവം ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ വീടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് ഇച്ചിരി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് ഇരുട്ടായി, നമുക്ക് വീട്ടിൽ പോവാം. മുമ്പ് വയ്ക്കാൻ സമയമായി. അപ്പോൾ ഞാൻ ഒരു ബലൂണിൻ്റെ സ്റ്റിക്കർ പോയി നമ്മൾ ചെറുതായിട്ട് ബലൂണൊക്കെ ഇച്ചിരി ചെറിയ ഡെക്കറേഷൻ ആയിട്ട് ഓഫറൊക്കെ വയ്ക്കാം. നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യാൻ നിന്നപ്പോൾ കേക്കന്മാരുടെ ഫ്രണ്ട്സ് കൂടി നമുക്ക് ഡയറി മിൽക്ക് ഹാർഡ് കോപ്പി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി. അവർ ചോക്ലേറ്റ് ഒക്കെ തന്ന് നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് മുറിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് 10 വയസ്സൊക്കെ ആയില്ലോ. പിന്നെ എല്ലാവർക്കും കൊടുത്തു. ഇമ്മുവിനും കൊടുത്തു. ഇമ്മു തിരിച്ചു തന്നൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കിട്ടി, ഒരു ഉമ്മ ഒക്കെ കിട്ടിയിട്ട് പിന്നെ ഞാൻ കൊച്ചാപ്പാക്ക് കൊടുത്തു കേട്ടോ. കൊച്ചാപ്പായും തിരിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൈമാറി. ബുലു എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ഉമ്മ ഒക്കെ തന്നു. പിന്നെ നമ്മളിനി ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇമ്മും ഗിഫ്റ്റ് തന്നു നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. ഇമ്മും ഗിഫ്റ്റ് തന്നു. ഇമ്മും ഗിഫ്റ്റ് തന്നില്ലായിരുന്നു. പിന്നെ നമ്മളെടുത്തു. പിന്നെ നമ്മൾ ഗിഫ്റ്റ് പൊട്ടിച്ചു. ഫസ്റ്റ് തന്നെ വാപ്പിൻ്റെ ഗിഫ്റ്റായിരുന്നു. വാപ്പി 10 ഗിഫ്റ്റ് തന്നിരുന്നു. എൻ്റെ പേരൊക്കെ എഴുതിയൊരു പെട്ടിയിലാണ് തന്നത്. ഫസ്റ്റ് ഞാൻ തുറന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഒരു പർപ്പിൾ കളർ സ്കൂൾ ബാഗാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അത് ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയപ്പോൾ പറഞ്ഞൊരു ബാഗായിരുന്നു. പിന്നെ ഇമ്മ ഓരോന്ന് എടുത്തു തന്നു. പിന്നെ നമ്മൾ അത് പൊട്ടിക്കുകയായിരുന്നു. സെക്കൻഡ് ഗിഫ്റ്റ് എന്താണെന്നറിയാൻ ഞാൻ ഭയങ്കര ഇതായിരുന്നു. കാരണം ഓരോ ഗിഫ്റ്റ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷയായിരുന്നു. കുഞ്ഞൊരു ബോക്സായിരുന്നു. അത്ര കുഞ്ഞതല്ലായിരുന്നു. ഇങ്ങനെ തുറന്നപ്പോൾ ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു 2 ബൗള് പോലത്തെ സാധനം. ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ വേറെ വീഡിയോസിൽ. നല്ല രസമുണ്ടായിരുന്നു. ഒരു പർപ്പിളും യെല്ലോ കളറിലുള്ളയാടും. പിന്നെ നോക്കിയപ്പോൾ അത് ഞാൻ തന്നെ കവർ ചെയ്തൊരു ഗിഫ്റ്റാണ്. കാരണം ഞാൻ തന്നെ മേടിച്ചിട്ട് ഞാൻ തന്നെ പൊട്ടിച്ചൊരു ഗിഫ്റ്റായിരുന്നു. കാരണം അതൊരു മാലയും ഒരു കമ്മലും ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ തന്നെ നോക്കിയതാണ്. പിന്നെ നമുക്കൊരു ക്ലിപ്പും ബുഷിൻ്റെയൊക്കെ സെറ്റിട്ട് അതും ഞാൻ തന്നെ കവർ ചെയ്തിയാണ്. പിന്നെയാണ് ഉമ്മണിയും 10 ഗിഫ്റ്റ് ആയിരുന്നു. ഇത് ഉമ്മണീൻ്റെ ഗിഫ്റ്റായിരുന്നു. എന്താണെന്നറിയാം, ഞാൻ നോക്കിയപ്പോൾ നമുക്ക് സ്റ്റിക്കർ ബുക്ക് കിട്ടി. സ്റ്റിക്കർ ബുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷിച്ചിരുന്നു. ഒരു യെല്ലോ കളർ ജേർണലൊക്കെ ചെയ്യാൻ പറ്റിയ സ്റ്റിക്കറായിരുന്നു. സെക്കൻഡ് ഇത് വാപ്പീൻ്റെ ഗിഫ്റ്റായിരുന്നു. നല്ല 3 വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു അതിലുണ്ടായിരുന്നു. നല്ല രസമുള്ള, നമ്മൾ ഈ വലിയ ജിമ്മിലൊക്കെ പോകുമ്പോൾ കുടിക്കുന്ന ടൈപ്പായിരുന്നു. പിന്നെ ഇമ്മ നമുക്ക് ഓരോന്ന് എടുത്ത് തന്നുണ്ട്. അതൊക്കെ നമ്മൾ തുറക്കുമ്പോൾ ഗൈസ് അടുത്ത് നോക്കുമ്പോൾ ഒരു സെറ്റപ്പ്, നമുക്ക് കൂടുതലും ബോട്ടിൽ പോലത്തെ സാധനങ്ങളാണ് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഒരു പേഴ്സിൻ്റെ സംഭവമൊക്കെ ആയിട്ടുള്ള ഒരിതായിരുന്നു. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് വാപ്പീൻ്റെ ഗിഫ്റ്റായിരുന്നു. ഒരു ഗ്ലാസ്സാണ് സ്ട്രോബെറീൻ്റെ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ എഴുതിയത്. ഇത് ഞാൻ വാപ്പീൻ്റെ അടുത്ത് പറഞ്ഞതാണ്. വാപ്പി പോവണേന് മുമ്പ് എല്ലാം മേടിച്ചിക്കാക്കാൻ്റെ അലമാരീൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് അറിഞ്ഞില്ല. അടുത്ത ഉമ്മണീൻ്റെ ഗിഫ്റ്റായിരുന്നു. പൊട്ടിച്ചപ്പോൾ ഒരു ഫ്രെയിമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉമ്മണി നിൽക്കുന്ന ഒരു ഫ്രെയിമായിരുന്നു. അടുത്തത് ഞാൻ നോക്കും, ഇപ്പോൾ കുറേ ക്ലിപ്പ് കിട്ടി നമുക്ക്. കുഞ്ഞ് ക്ലിപ്പും പിന്നെ വലിയൊരു ക്ലിപ്സും കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ബുലൂൻ്റെ ഗിഫ്റ്റാണ്. അത് വെറൈറ്റി കവറിലായതുകൊണ്ട് എന്താണെന്നുള്ള ഒരു
ക്യൂരിയോസിറ്റി കൊണ്ട് പെട്ടെന്ന് തുറന്നു കേട്ടോ. ഇമ്മ നോക്കിയിരിക്കുന്നുണ്ട്, ഇമ്മ നോക്കണുണ്ട് പാവത്തുണ്ട്. തുറന്നപ്പോൾ ഗൈസ് അതിലൊരു ഒക്ടോബസിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്, പിന്നെ 2 സ്റ്റിക്കറും കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സ്റ്റിക്കറും. ആ ടോയ് നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് ഓടിച്ചു. അടുത്തത് ഇങ്ങനെ ഓരോന്ന് തുറക്കുമ്പോൾ തീരുണ്ട്, പക്ഷെ വിഷമമുണ്ട്, കുഴപ്പമില്ല. നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഒരു മറ്റേ എന്താ അതിൻ്റെ പേര്, വെറ്റ് ടിഷ്യൂ ഇല്ലേ, അതിങ്ങനെ ഒരു പെപ്സി ബോട്ടിൽ, അങ്ങനത്തെ ഒരു ബോട്ടിൽ പോലെ തരണം. പിന്നെ നമ്മൾ അടുത്ത ഗിഫ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബുക്ക് പോലത്തെ ഒരു ജേർണൽ പോലെ ചെയ്യാൻ പറ്റിയ ഒരു ഡയറിയും കിട്ടി. അതാണ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പൊട്ടിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല. പിന്നെ നമ്മൾ അടുത്തതും ഒരു ഗിഫ്റ്റുമായിരുന്നു. അത് നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് കവായ സ്റ്റിക്കേഴ്സ് ആയിരുന്നു, ജേർണൽ ചെയ്യാൻ പറ്റിയ വേറെ ടൈപ്പ് സ്റ്റിക്കേഴ്സ്. പിന്നെ ഗൈസ് വാപ്പി തന്നെയാണ്. വാപ്പി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തന്നു. അടുത്ത ഗിഫ്റ്റുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തുറന്നപ്പോൾ ഞാൻ എക്സൈറ്റഡായി, കാരണം അത് നല്ല പേപ്പർ സോപ്പും വാഷിംഗ് ടേപ്പായിരുന്നു ജേർണൽ ചെയ്യുക. പിന്നെ ഒരു പൗച്ചും അതിലൊരു പെന്നും പെൻസിലും ഇറേസറും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ കേട്ടോ. പിന്നെ അപ്പോഴത്തേട്ടും ഇമ്മു പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അടുത്ത ഗിഫ്റ്റ്സ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ജേർണലിൻ്റെ ആയിരിക്കും. നല്ല രസമുണ്ടാവും, നമുക്ക് ജേർണലൊക്കെ ചെയ്യാൻ പറ്റിയ. പിന്നെ ദുമ്മിണീൻ്റെ ഗിഫ്റ്റായിരുന്നു. ഇമ്മൂന് പറ്റില്ലാണ്ടായി, കാരണം അവളിങ്ങനെ നോക്കിയിരുന്നിരുന്നു, അവൾ തന്നെ പൊട്ടിച്ചും തുടങ്ങി. പിന്നെ നമ്മളിങ്ങനെ ഇനി അടുത്ത വീഡിയോസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇടാം. ജേർണൽ, സ്റ്റിക്കറിൻ്റെ ഇതൊക്കെ നമ്മളെല്ലാം ഒന്ന് കാണിക്കണ ഒരു വീഡിയോ ഇടാം. പിന്നെ അടുത്ത് നോക്കിയപ്പോൾ ഗൈസ് അത് നമ്മുടെ മാമാൻ്റെ ഗിഫ്റ്റായിരുന്നു, നിഷാദ് മാമാൻ്റെ ഒരു സെറ്റപ്പ് സ്വിമ്മിങ് പൂളായിരുന്നു ഗൈസ്. നമുക്കുണ്ടായിരുന്ന ഒരു വലിയ ഫാമിലി പൂളായിരുന്നു. അടുത്തൊരു കുഞ്ഞിതാണ്. അതെന്താണെന്നറിയാം, എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ അതിലൊരു മിററായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ മിറർ കാണാൻ. ഒരു യൂണിക്കോണിൻ്റെ ഞാൻ വേണമെന്ന് ആലോചിച്ച ഒരു മിററായിരുന്നു. അടുത്തതാണ് ഇത്, നമ്മൾക്കൊരു ലഞ്ച് ബോക്സാണ്. ഇതും വാപ്പിൻ്റെയാണ്. വാപ്പി എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് തന്നെ. നമ്മുടെ ലാസ്റ്റത്തെ ഗിഫ്റ്റാണെന്ന് തോന്നണം, ഒരു ക്യൂട്ട് കുഞ്ഞ് ബാഗ്. പിന്നെ നമുക്ക് തക്കുടുവിൻ്റെ ഗിഫ്റ്റായിരുന്നു. അതെന്താണെന്നറിയാൻ നോക്കിയപ്പോൾ അതൊരു പെർഫ്യൂമായിരുന്നു. അവൻ പറഞ്ഞത് അത് തിരിച്ചു കൊടുക്കണമെന്നാണ്, പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുമോ? നല്ല സ്മെല്ലായിട്ടുള്ളൊരു പെർഫ്യൂമായിരുന്നു, ഒരു ബ്ലാക്ക് കളർ ബോട്ടിൽ. ഇനി നമുക്ക് മാമാൻ്റെ മാമീൻ്റെ ഗിഫ്റ്റ് നോക്കാം. ഒരു സെറ്റപ്പ് സ്കേർട്ടും ഒരു അടിപൊളി ടോപ്പായിരുന്നു. പെരുന്നാളിന് ഇടാൻ ഡ്രസ്സായി, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു മാമ, താങ്ക് യു മാമി, ഐ ലവ് യു. നമുക്ക് മാമ കണ്ടോ. പിന്നെ നമുക്ക് അത്ത് ഗിഫ്റ്റും കൊണ്ട് വന്നു. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അത് നല്ല രസമുണ്ടായിരുന്നു. അത് രാത്രിയെ വന്ന 2 ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഞാൻ തുറന്നപ്പോൾ ഫസ്റ്റ് എന്തോ ഒരു പെട്ടി പോലെ ഇരിക്കുന്നതായിരുന്നു. അതെന്താണെന്നറിയാം, ഞാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. തുറന്നപ്പോൾ എന്താ ഒരു ഓൾഡ് ജേർണൽ ബുക്ക് പോലത്തെ, ഇങ്ങനെ മറ്റേ ഒരു ഡ്രൈ പേപ്പേഴ്സൊക്കെ പോലെ ഇരിക്കണ ഒരു സംഭവം. അടുത്തതാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ഒട്ടും ഇതാക്കിയില്ല, എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നോക്കിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ തുറന്നപ്പോഴാണ് ഈ നമ്മുടെ ഇങ്ക് പെന്ന്, ഡ്രീം ക്യാച്ചർ, കുറേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. താങ്ക് യു എത്തു. അടുത്തതാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. ഞാൻ അത് പൊളിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കേണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ലല്ലോ. ലൈറ്റൊക്കെ നമ്മൾ ഓഫ് ചെയ്തു, സോറി കേട്ടോ. പിന്നെ ഞാനത് തുറന്ന് ഫ്രണ്ടിന് ആ പെട്ടി കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തുറന്നപ്പോൾ ആ ഡൗട്ടെല്ലാം മാറി ഗൈസ്. ആ സാധനം തന്നെ ആംസ്റ്റോൺ ആണെങ്കിൽ മേളിലിങ്ങനെ ലൈറ്റൊക്കെ കത്തണില്ലേ, നല്ല രസമുണ്ടായിരുന്നു അതിന് കാണാൻ. നമ്മളിപ്പോൾ കാണിച്ചാൽ ഇതാണ് അതിൻ്റെ ലൈറ്റ്സ്. നല്ല രസമുണ്ടായിരുന്നു, കുറേ തീർന്നു, സൂപ്പറായിരുന്നു.